കൊല്ലം ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമാകുന്നു. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ വന്യജീവികൾ കാടിറങ്ങിയതോടെ ജീവഭയത്തിലാണ് മലയോരവാസികൾ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം കാട്ടുപോത്താക്രമണത്തിൽ വയോധികൻ കൊല്ലപ്പെട്ടതും പ്രദേശത്ത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. പുനലൂർ, പത്തനാപുരം, കുളത്തൂപ്പുഴ എന്നീ മേഖലകളിലാണ് വന്യജീവി ശല്യം ജനങ്ങളുടെ സ്വൈര്യജീവിതം തകർക്കുന്നത്. ഇതിന്റെ ഒടുവിലത്തെ ഇരയാണ് ഇന്നലെ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അഞ്ചൽ കളംകുന്ന് ഫോറസ്റ്റ് റേഞ്ച് പരിധിയിലെ താമസക്കാരനായ KM ബഷീർ. ബഷീറിന്റെ വീട്ടിൽ നിന്ന് 200 മീറ്റർ അകലെ അഞ്ചൽ കളംകുന്ന് ഫോറസ്റ്റ് റേഞ്ച് പരിധിയിലെ അയ്യൻപിള്ള വളവിന് സമീപത്ത് വെച്ചാണ് കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായത്. ബഷീർ തൽക്ഷണം മരിച്ചു. ഈ സംഭവത്തോടെ മലയോരവാസികൾ ആകെ ആശങ്കയിലാണ്. മന്ത്രി ഷിബു ബേബി ജോൺ ബഷീറിന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു. സർക്കാരിൽ നിന്നുള്ള എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു. കേരളത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ എല്ലാം കഴിഞ്ഞ ആഴ്ച വിളിച്ച് അതിന്റെ ഭാഗമാക്കുന്നതിന്റെ ഒരു പ്രക്രിയ ആദ്യമായിട്ടാണ് വനാതിർത്തി പങ്കിടുന്ന എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും വിളിച്ച് ചർച്ച ചെയ്തു. ഇനി കേരളത്തിന്റെ എല്ലാ വനാതിർത്തി പങ്കിടുന്ന MLA-മാരെയും MP-മാരുടെയും യോഗം വരും ദിവസങ്ങളിൽ വരുന്നുണ്ട്. അന്നേരം കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് ഓരോ നിയോജക മണ്ഡലത്തിലും എന്ത് ചെയ്യാനൊക്കെ എന്നുള്ളതിനെക്കുറിച്ചൊരു പ്ലാൻ തയ്യാറാക്കി അത് വെച്ചുകൊണ്ട് നടപ്പിലാക്കും. കഴിഞ്ഞ ദിവസം കറുവൂരിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലി കർഷകന്റെ ആടിനെ കടിച്ചു കൊണ്ടുപോയി. പുലി ഇറങ്ങുന്നത് പതിവായതോടെ വളർത്തുമൃഗങ്ങളെ പുറത്തിറക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് കർഷകർ. പേടിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ വരുന്ന വഴി തന്നെ വരുന്ന പേടിച്ച് നമുക്ക് വരാൻ പറ്റും. മക്കളെ തന്നെ റോഡിൽ പോയിട്ട് അല്ലെങ്കിൽ പഠിത്തത്തിന് വിദ്യാഭ്യാസത്തിന് അവരെ ജോലിക്ക് പോയിട്ട് തന്നെ വരുമ്പോൾ 6-7 മണിക്ക് മുമ്പ് വീട്ടിൽ വരാനാണ് പറയണം നമ്മൾ. അതെല്ലാം നമ്മൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? വനമേഖലയോട് ചേർന്നുള്ള കൃഷിയിടങ്ങളിൽ കാട്ടാനക്കൂട്ടങ്ങൾ കൂട്ടത്തോടെ എത്തി ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിയാണ് നശിപ്പിക്കുന്നത്. പുനലൂർ, പത്തനാപുരം ഭാഗങ്ങളിൽ കാട്ടാനക്കൂട്ടങ്ങളുടെയും പുലിയുടെയും സാന്നിധ്യം ജനങ്ങളെ ഭീതിപ്പെടുത്തുന്നുണ്ട്. ന്യൂസ് മലയാളം, കൊല്ലം.